സംസോ ഈ എന്താണ് ഭാര്യമാരെ അവരെ പെരേക്ക് പോകുമ്പോ ഇജ്ജ് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരു രാവിലെ അല്ല തലേദിവസം വിളിച്ചവരല്ല ഞാൻ നാളെ പോകുന്നത്. അപ്പൊ അവരാ പോക്ക് കണ്ടിട്ടുണ്ടാ? സ്പീഡല്ലേ, എത്ര നേരത്തെ പരിപാടിയായോ. ഞാനൊരു ഇവിടുത്തെ പിന്നെ നാട്ടിലത്തെ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അതേപോലെ നമ്മള് സാധാരണ വിളിക്കണ നേരത്തെ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന നേരത്തെ വേണ്ടി വിളിച്ചതാ. അപ്പൊ എന്റെ പെണ്ണുങ്ങള് പിന്നെ വെട്ടിച്ചറക്ക് എത്തിക്കണം. തലേന്ന് എന്നോട് പോകുന്നു പറഞ്ഞതേന്ന്. അത്ര നേരത്തെ പോകുന്നപ്പോ നമ്മള് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാൻ രാവിലത്തെ ചായക്കടി മുറ്റൊക്കെ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാടി അപ്പൊ ഇത്ര നേരത്തെ പണി കഴിഞ്ഞാ മറ്റേത് 11 മണി 12 മണിയൊക്കെ ആവുമല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊന്നും പറയണ്ട, ഞാൻ 4 മണിക്ക് എഴുന്നിച്ച് ആ ചുറ്റോറുള്ള ലൈറ്റ് ഒക്കെ കണ്ടിട്ടുങ്ങാണ്ട് മുറ്റവും സൈഡൊക്കെ അടിച്ചു വരി. അപ്പൊ ലൈറ്റ് ഇട്ടിട്ടേ ആത്മാർത്ഥത നോക്കണം. പെരിക്ക് പോവാനുള്ള ചായയും കടിയൊക്കെ തലേന്ന് തന്നെ ദോശ ഇട്ടുങ്ങാണ്ട് അത് ചൂടാക്കിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ആ പോണം സാറുണ്ടാവില്ല അങ്ങോട്ട് വരാണ്ടാ. അത് രാവിലെ നാളെ ഞാൻ പോകുന്ന അറിയോ? രാവിലെ പോകുന്ന അറിയോ? അപ്പൊ രാവിലെ പിന്നെന്താ ഉണ്ടാവുക? അതന്നെ. പിന്നെ അപ്പൊ അവിടുന്ന് പിന്നെ വരുമ്പോ പറയും പിന്നെ പോരുന്നില്ലാന്ന് ചോദിച്ചപ്പോ പറയും ഉച്ചരിഞ്ഞാ പോരുന്ന്. ഉച്ചന്റെ ശേഷം നമ്മള് വിളിച്ചാ പറയും പിന്നെ അതൊന്നും പറയണ്ട, മറ്റേ കുട്ടിക്കാണെങ്കിലും ഭയങ്കര വയറുവേദന, പിന്നെ 2-3 വട്ടം ഛർദിക്കും ചെയ്ത് ഇനിയിപ്പൊ ഏതായാലും ഇന്ന് നേരായില്ലേ, ഇനി നാളെ പോവാന്ന്. അപ്പൊ നാളെ പിന്നെ നമ്മള് വിളിക്കുമ്പോ അപ്പൊ എന്താ പറയാ, ചെക്കനക്ക് വയറ്റം തോക്ക് അല്ലെങ്കിൽ അമ്മക്ക് വയറ്റം തോക്ക്, വയറിളക്കം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ ഒരു ദിവസം ഉറപ്പിച്ചു എന്തായാലും നാളെ വരുന്നവരെ. അന്ന് വിളിച്ചു നോക്കുമ്പോ പറയാ ഒന്നും പറയണ്ടാന്നോ, ഞാൻ വരാൻ വേണ്ടീട്ടേ ആ ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിച്ചിന്ന്. ഓൻ വന്നപ്പോ നേരം പോകും ചെയ്തു. വന്നെന്ന് മാത്രല്ല നിങ്ങളോട് പറയാൻ ഓൻ വിളിച്ചിട്ട് പറഞ്ഞ് ഓട്ടോറിക്ഷന്റെ ടയറ് പൊട്ടിക്കണ്, ഒരു രക്ഷയില്ല, ടയറ് പഞ്ചറായി. ഒരു ടയറാവില്ല, അപ്പൊ 2 ടയറും പോയിക്കണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും ആ 2 ടയറില്ലേ ആ ഒരു ടയറും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നൊന്നാണ്ട് കൊണ്ടാക്കാൻ പറ്റുമോ? അങ്ങോട്ട് തിരിച്ചാലേ. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്രേ 2 ടയറും പോയിക്കണം താത്ത, ഒരു ടയറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 2 ടയർ വെച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ. അന്നും കഴിഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ഉത്സാഹം ഉണ്ടാവില്ല, അങ്ങോട്ട് തിരിച്ചു. എന്താണ് എന്റെ ഇതെന്ന് നമുക്കൊരു പിടുത്തം കിട്ടണില്ല. വല്ലാത്ത ജാതികളാണ് എന്തായാലും.